ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അതായത് 2 വർഷം വരെ ഒരു കേടും കൂടാതെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഇവിടെ ഇരിക്കുന്ന രീതിയിലുള്ള അച്ചാറാണ്. നാരങ്ങയിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് കുറച്ച് കേടായ നാരങ്ങയുണ്ട്, ഒരു കുഴപ്പമില്ല. ഏത് നാരങ്ങ വേണമെങ്കിലും നമുക്കിടാം. നന്നായിട്ട് കഴുകിയെടുത്ത നാരങ്ങ നമുക്കിത് ഇതുപോലൊരു കൊട്ടയിലോ അല്ലെങ്കിൽ ചിപ്പിലിക്കകത്തോ ഊറ്റി വെക്കാം. ആ വെള്ളം ഒന്ന് പോകുന്നിടം വരെ അടുപ്പിൽ വെച്ച് കേട്ടോ നമ്മൾ ഇന്ന് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഇത് വലിയൊരു ഉരുളി വെച്ചു നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നാരങ്ങ കഴുകി തുടച്ച് വെക്കുന്നത് നല്ലതാണ്, തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തുടയ്ക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഒരു 2 വർഷം വരെ ഫ്രിഡ്ജിൽ പോലും വെച്ചാൽ കേടുകൂടാതിരിക്കും കേട്ടോ. ഈ നാരങ്ങ അച്ചാർ നമ്മൾ പുറത്തോട്ടൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ വളരെ നല്ലതാണ്. നാരങ്ങയെല്ലാം നമുക്കിന്ന് നിരത്തിയിട്ട് കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ നാരങ്ങ ഈ എണ്ണയിൽ കിടന്ന് അത് പൊട്ടി അതിനകത്തെ നീരും കാര്യങ്ങളൊക്കെ പോയി ഒരു ബ്രൗൺ കളറിൽ വരുന്നതാണ് ഈ നാരങ്ങയുടെ പാകമാവുന്നത്. ഇങ്ങനെ നമ്മൾ പല പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടുന്നതാണ്. പണ്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇങ്ങനെ ഈ അച്ചാറിടുന്നത്. ഇപ്പം ഞാനങ്ങനെ എങ്ങും കണ്ടിട്ടില്ല. ഇത് ഈ ഒരു പാകമാവണം കേട്ടോ. നല്ലപോലെ പൊട്ടി അതിനകത്ത് നീരും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു പാകമുണ്ടല്ലോ, ആ പാകമാക്കണം. അപ്പം നമ്മൾ ഉരുളിയൊക്കെ കരിഞ്ഞൊരു പരുവായി. ഒരിക്കലുമില്ല. ഇതൊരു തുണിയിട്ട് തുടച്ചാൽ പോലും പോകുന്ന കറയാട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ നല്ല പാകമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് വാങ്ങി വെച്ചിട്ട് ആറാനായിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നല്ല അടിപൊളി സാധനമാണ്. നാരങ്ങയൊക്കെ ആറാനായിട്ട് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ. ഇത് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല കോട്ടൺ തുണി കൊണ്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കേടും കൂടാതെ പറഞ്ഞോട്ട് നല്ല അടിപൊളി അച്ചാറാണ്, നല്ല സ്വാദാണ്. ഇത് ഇരിക്കും തോറുമാണ് കേട്ടോ ഇതിൻ്റെ രുചി ഇറങ്ങുന്നത്. ഇനി നമുക്ക് ഈ നാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് കീറിയെടുക്കണം. 2ആയിട്ടോ 4ആയിട്ടോ ഇതൊന്ന് കീറി പൊളന്നെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കീറിയാൽ മാത്രം മതി. അങ്ങനെ ഇത് നമ്മൾ നാരങ്ങ എല്ലാം കീറി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പം തന്നെ അറിയാം അതിനകത്തെങ്ങും ചാറും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ 1 കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത്. അതിന് വലിയ ഒരു 4 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതിലേക്കിനി നമുക്ക് വറുത്ത് വെച്ച ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂട്ടെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളാ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലെണ്ണ വെച്ചാട്ടോ ഈ അച്ചാറൊക്കെ ഇടുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ പൊടിയെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇട്ട് കൊടുക്കണം, കാരണം നമ്മൾ വേറെ ഒന്നിലും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നാരങ്ങ ആയതുകൊണ്ട് നല്ല ഉപ്പും മുന്നിൽ നിൽക്കണം. ഇതിന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ, ഉപ്പ് എല്ലായിടവും ഒന്ന് ആകത്തക്ക രീതിയിൽ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഒരു 2 വർഷം വരെ ഒരു കേടും കൂടാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ നാരങ്ങ എടുത്തിട്ട് ഈ അരപ്പ് നല്ല രീതിയിൽ അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ.
ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല തിങ്ങിയിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അച്ചാർ നമുക്ക് നല്ലെണ്ണ ചൂടാക്കിയിട്ട് അത് ആറി കഴിയുമ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണിയെ മുക്കിയിട്ട് ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ സൈഡിലോട്ടൊക്കെ. ഇങ്ങനെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൂക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതാ പറഞ്ഞത് 2 വർഷം വരെ ഒരു കേടുകൂടാതെ ഇരിക്കും. അപ്പം ബാക്കിയുള്ള ആ എണ്ണ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാർ നമ്മൾ നേരത്തെ ഇട്ടതാണ്. ഇതിന് ഇതുവരെയായിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല ടേസ്റ്റായിട്ട് അത് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ്. ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.